എല്ലാവർക്കും നമസ്കാരം. മെക്കാനിക്കൽ മോട്ടോർ വാഹനത്തിലെ ഈ മൊഡ്യൂളിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഓയിൽ പ്രഷർ കൺട്രോൾ കേബിൾ പ്ലേ അഡ്ജസ്റ്റ്മെന്റുകൾ, ഷിഫ്റ്റ് ലിവർ സ്വിച്ച്, ത്രോട്ടിൽ പൊസിഷൻ സെൻസർ, സ്പീഡ് സെൻസർ, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വയറിംഗ് ഹാർനസ് കപ്ലർ എന്നിവ പരിശോധിക്കാം. ഈ വീഡിയോയുടെ അവസാനത്തോടെ നിങ്ങൾക്ക് ഓയിൽ പ്രഷർ കൺട്രോൾ കേബിൾ പ്ലേ ക്രമീകരിക്കുക, ഷിഫ്റ്റ് ലിവർ സ്വിച്ച് പരിശോധിക്കുക, ത്രോട്ടിൽ പൊസിഷൻ സെൻസർ, സ്പീഡ് സെൻസർ എന്നിവ പരിശോധിക്കുക, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വയറിംഗ് ഹാർനസ് കപ്ലർ പരിശോധിക്കുക എന്നിവ ചെയ്യാൻ കഴിയും. ഇത് ചെയ്യാൻ ആവശ്യമായ ഉപകരണങ്ങളും യന്ത്രങ്ങളും വസ്തുക്കളും നമുക്ക് ശേഖരിക്കാം. ട്രെയിനീസ് ടൂൾ കിറ്റ് 1, ബോക്സ് സ്പാനർ സെറ്റ് 1, ആലൻ കീ സെറ്റ് 1, ടോർക്ക് റെഞ്ച് 1, മൾട്ടിമീറ്റർ 1, 12 വോൾട്ട് ബാറ്ററി 1, ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ 1, cleaning tray 1, lubricant 1, bunion cloth as required. ഓയിൽ പ്രഷർ കൺട്രോൾ കേബിൾ പ്ലേ ക്രമീകരിക്കുന്നു. വാഹനം നിരപ്പായ പ്രതലത്തിലാണ് പാർക്ക് ചെയ്തിരിക്കുന്നതെന്നും പാർക്കിംഗ് ബ്രേക്ക് ഘടിപ്പിച്ചിട്ടുണ്ടെന്നും ഉറപ്പാക്കുക. ഓയിൽ പ്രഷർ കൺട്രോൾ കേബിളിലെ കറന്റ് പ്ലേ അളക്കുക. ട്രാൻസ്മിഷനിൽ ഏർപ്പെടുന്നതിനു മുൻപ് കേബിളിന് നീങ്ങാൻ കഴിയുന്ന ദൂരം നിർണ്ണയിക്കാൻ ഒരു ടേപ്പ് അളവ് അല്ലെങ്കിൽ റൂളർ ഉപയോഗിക്കുക. കേബിളിന് അഡ്ജസ്റ്റ്മെന്റ് നട്ട് അല്ലെങ്കിൽ ക്ലാമ്പ് ഉണ്ടെങ്കിൽ അതഴിക്കാൻ ഉചിതമായ റെഞ്ച് അല്ലെങ്കിൽ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിക്കുക. ഇത് കേബിൾ നീളം ക്രമീകരിക്കാൻ അനുവദിക്കുന്നു. ക്രമീകരിച്ച ശേഷം വാഹനം സ്റ്റാർട്ട് ചെയ്ത് ട്രാൻസ്മിഷൻ ഓപ്പറേഷൻ പരിശോധിക്കുക. സുഗമമായ പരിവർത്തനങ്ങൾ ഉറപ്പാക്കാൻ ഗിയറുകൾ മാറുക. അസാധാരണമായ ശബ്ദങ്ങൾ ശ്രദ്ധിക്കുക. ട്രാൻസ്മിഷൻ ഓപ്പറേഷൻ ഒപ്റ്റിമൽ അല്ലെങ്കിൽ കേബിൾ അഡ്ജസ്റ്റ്മെന്റ് ഫൈൻ ട്യൂൺ ചെയ്യുക. ആവശ്യമുള്ള പ്രകടനം കൈവരിക്കുന്നതുവരെ ചെറിയ ക്രമീകരണങ്ങൾ വരുത്തുകയും വീണ്ടും പരിശോധിക്കുകയും ചെയ്യുക. ഷിഫ്റ്റ് ലിവർ സ്വിച്ച് പരിശോധിക്കുക. കേടുപാടുകൾ ഉണ്ടോ എന്ന് പവർ ചേഞ്ച് മോഡ് ലിവറിന്റെ സ്ഥാനം പരിശോധിക്കുക. ഗിയർ ഷിഫ്റ്റ് ലിവർ സെൻസറുകളുടെ വയർ കണക്ഷൻ പരിശോധിക്കുക. മാനുവൽ ഓപ്പറേഷൻ പൊസിഷനിൽ ഗിയർ ലിവർ മൂവ്മെന്റുകൾ പരിശോധിക്കുക. ലിവർ പൊസിഷൻ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലേക്ക് മാറ്റുകയും വാഹനത്തിന്റെ ഓട്ടോമാറ്റിക് സ്പീഡ് പരിശോധിക്കുകയും ചെയ്യുക. ഗിയർ പൊസിഷന്റെ പാനൽ ബോർഡ് ലൈറ്റ് സിഗ്നൽ പരിശോധിക്കുക. ത്രോട്ടിൽ പൊസിഷൻ സെൻസർ പരിശോധന. എയർ ക്ലീനർ അസംബ്ലി നീക്കം ചെയ്യുക. ഇഗ്നിഷൻ സ്വിച്ച് ഓഫ് ചെയ്യുക. ഇലക്ട്രിക് ത്രോട്ടിൽ ബോഡിയിൽ നിന്ന് കണക്ടർ വിച്ഛേദിക്കുക. TP സെൻസർ മെയിൻ, സബ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്നിവ ഇനി പറയുന്ന രീതിയിൽ പരിശോധിക്കുക. 3 പുതിയ 1.5 വോൾട്ടേജ് ക്രമീകരിക്കുക. വോൾട്ട് മീറ്ററും ബാറ്ററിയും TP സെൻസറുമായി ബന്ധിപ്പിക്കുക. ഒരു വിരൽ ഉപയോഗിച്ച് ത്രോട്ടിൽ വാൽവ് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുമ്പോൾ ത്രോട്ടിൽ ഓപ്പണിംഗ് ആംഗിളിനെ ആശ്രയിച്ച് വോൾട്ടേജ് ലീനിയറായി വ്യത്യാസപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. റീഡിംഗ് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ റീഡിംഗ് പെട്ടെന്ന് വ്യത്യാസപ്പെടുകയാണെങ്കിൽ സെൻസർ മാറ്റണം. ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇനി പറയുന്ന നിബന്ധനകൾ പാലിക്കേണ്ടതുണ്ട്. ആംബിയന്റ് ടെമ്പറേച്ചർ 5 ഡിഗ്രി സെൽഷ്യസിൽ കവിയാൻ പാടില്ല. ആക്സിലറേറ്റർ പെഡൽ ഐഡിൽ പൊസിഷനിൽ ആയിരിക്കണം. കൂടാതെ ത്രോട്ടിൽ പൂർണ്ണമായും അടച്ചിരിക്കണം. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വയറിംഗ് ഹാർനസ് കപ്ലർ പരിശോധിക്കുന്നു. ഒരു മൾട്ടിമീറ്റർ ഉപയോഗിച്ച് വയറിംഗ് ഹാർനസ് കപ്ലർ തുടർച്ച പരിശോധിക്കുക. കപ്ലിംഗ് പോയിന്റുകളും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ കൺട്രോൾ സോളിനോയിഡും പരിശോധിക്കുക. ട്രാൻസ്മിഷൻ വയർ ഹാർനസ് കണക്ടിവിറ്റി അതിന്റെ പ്രവർത്തനത്തിനായി പരിശോധിക്കുക. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ സേഫ്റ്റി സ്വിച്ച് പരിശോധിക്കുന്നു. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ സേഫ്റ്റി സ്വിച്ച് ഗിയർ സെലക്ടർ സ്വിച്ച് ഓട്ടോനെ കിക്ക് ഡൗൺ ചെയ്യുന്നു. ട്രാൻസ്മിഷൻ സേഫ്റ്റി സ്വിച്ച് സ്പീഡ് സെൻസർ, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ സേഫ്റ്റി സ്വിച്ച് ഗിയർ ബോക്സ് സ്വിച്ച്, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ സേഫ്റ്റി സ്വിച്ച് ഗിയർ പൊസിഷൻ സെൻസർ, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ സേഫ്റ്റി നാച്ചുറൽ സേഫ്റ്റി സ്വിച്ച്, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ സേഫ്റ്റി ഓവർ ഡ്രൈവ് കിക്ക് ഡൗൺ സ്വിച്ച്, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ സേഫ്റ്റി കൺട്രോൾ സോളിനോയിഡ് മൊഡ്യൂൾ, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ സേഫ്റ്റി പൊസിഷൻ സെലക്ടർ സ്വിച്ച്, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ സേഫ്റ്റി പൾസ് ജനറേറ്റർ സെൻസേഴ്സ്. ഈ വീഡിയോയിൽ
ഓയിൽ പ്രഷർ കൺട്രോൾ കേബിൾ പ്ലേ ക്രമീകരിക്കുക, ഷിഫ്റ്റ് ലിവർ സ്വിച്ച് പരിശോധിക്കുക, ത്രോട്ടിൽ പൊസിഷൻ സെൻസർ, സ്പീഡ് സെൻസർ എന്നിവ പരിശോധിക്കുക, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വയറിംഗ്, ഹാർനസ് കപ്ലർ പരിശോധിക്കുക എന്നിവ എങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ ചർച്ച ചെയ്തു. ഈ സെഷനെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു.